CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടി വീണു. വാടാനാംകുറിശ്ശിയിൽ ഗതാഗത തടസ്സമുണ്ടായതിനാൽ കണയം റോഡ് വഴി പോവുകയായിരുന്ന ആംബുലൻസിന്റെ മുകളിലേക്കാണ് പോസ്റ്റ് വീണത്. മണ്ണാർക്കാട് ആനമോളിയിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 1:15 പ്രദേശവാസിയായ നിസാമിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത്. വീട്ടിലെ CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ട് ആവും. വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിക്കും. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മഴയും വെയിലും വകവയ്ക്കാതെ 64ാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ടൂർണമെന്റ്. അണ്ടർ-17 ഗേൾസ് ഫൈനലിൽ LBSM HSS അവിട്ടത്തൂരും SNVHSS ആളൂരും ഏറ്റുമുട്ടും. അലനല്ലൂർ വെള്ളിയാർപുഴയിലെ കണ്ണൻകുണ്ട് കോസ്വേയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൻകുണ്ട് പമ്പ് ഹൗസിന് സമീപം താമസിക്കുന്ന ഏലംകുളവൻ യൂസഫിന്റെ മകൻ 26-കാരൻ സാബിത്തിന്റെ മൃതദേഹമാണ് ബുധനാഴ്ച രാവിലെ കണ്ടെത്തിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 28 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു. വെട്ടത്തൂർ തേലക്കാട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യവും ഇത് കടത്താനായി ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടി വീണു. വാടാനാംകുറിശ്ശിയിൽ ഗതാഗത തടസ്സമുണ്ടായതിനാൽ കണയം റോഡ് വഴി പോവുകയായിരുന്ന ആംബുലൻസിന്റെ മുകളിലേക്കാണ് പോസ്റ്റ് വീണത്. ബുധനാഴ്ച പുലർച്ചെ 4:30 അപകടം. മുന്നിൽ പോയ വലിയ കണ്ടെയ്നർ ലോറി വൈദ്യുതി കമ്പിയിൽ ഉടക്കിയതിനെ തുടർന്ന് 2 പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇതിലൊരെണ്ണം ആംബുലൻസിന്റെ മുകളിലേക്ക് പതിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി ബന്ധം നിലയ്ക്കാത്തതിനാൽ ഏകദേശം 20 മിനിറ്റോളം വാഹനത്തിലുള്ളവർ അകത്തു കുടുങ്ങി. ഞാന് മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി കുളത്തിയിട്ട് പോസ്റ്റ് അടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു. തലനാര ഇരയ്ക്കാണ്. എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു. മങ്കര സ്റ്റേഷനത്തെ CI കൂടിയായിരുന്നു. പിന്നീട് KSEB അധികൃതരെത്തി വൈദ്യുതി ഓഫ് ചെയ്ത ശേഷമാണ് ഇവരെ പുറത്തിറക്കിയത്. അപകടത്തെ തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിയാണ് മൃതദേഹം കൊണ്ടുപോയതെന്ന് ഡ്രൈവർ ജോൺ നീലങ്കൽ പറഞ്ഞു. ഈ കറണ്ട് കട്ട് ചെയ്യുന്നവരെ ഇരുന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഒന്നും പറ്റാണ്. ചേട്ടാ, വണ്ടിയിലെ ബോഡി എന്താ ചെയ്തപ്പോ? ബോഡി വേറെ ഒരു ആംബുലൻസ് പട്ടാമ്പിയിൽ നിന്ന് വിളിച്ചിട്ട് മാറ്റി കയറ്റി വിട്ടു. ബാക്കിലത്തെ ഡോറ് ചവിട്ടി തുറന്നിട്ട്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല. CCN ഒറ്റപ്പാലം. അലനല്ലൂർ വെള്ളിയാർപുഴയിലെ കണ്ണൻകുണ്ട് കോസ്വേയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൻകുണ്ട് പമ്പ് ഹൗസിന് സമീപം താമസിക്കുന്ന ഏലംകുളവൻ യൂസഫിന്റെ മകൻ 26-കാരൻ സാബിത്തിന്റെ മൃതദേഹമാണ് ബുധനാഴ്ച രാവിലെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിക്കാണ് അപകടം നടന്നത്. ശക്തമായ മഴയെ തുടർന്ന് വെള്ളിയാർപുഴയിൽ ജലനിരപ്പ് ഉയർന്ന് കോസ്വേക്ക് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നു. പാലത്തിൽ അടിഞ്ഞ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കാൽ തെന്നി സാബിത്ത് പുഴയിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം നിർത്തിവച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ അഗ്നിരക്ഷാ സേനയും ട്രോമാ കെയർ അംഗങ്ങളും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. CCN ചത്തല്ലൂർ. സ്വകാര്യ ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്ന് കുഴഞ്ഞു വീണ വീട്ടമ്മയെ ബസിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ. ഷൊർണൂർ മണ്ണാർക്കാട് റൂട്ടിലോടുന്ന PKS എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് വീട്ടമ്മയെ വാണിയംകുളം PK ദാസ് ആശുപത്രിയിൽ എത്തിച്ചത്.
ഡ്രൈവർ തൃക്കിടിരി സ്വദേശി പി നിയാസ്, കുറ്റിക്കോട് സ്വദേശിയായ കണ്ടക്ടർ കെ ജയേഷ് എന്നിവരുടെ ഇടപെടലാണ് വീട്ടമ്മയ്ക്ക് രക്ഷയായത്. മണ്ണാർക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന PKS ബസ്സിൽ ശ്രീകൃഷ്ണപുരത്തു നിന്ന് കൂനത്തറയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പ്രാങ്ങാലി സ്വദേശിനി മഞ്ജുള ദേവി. ബസ് കോതകുറിശി എത്തിയതോടെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പത്തംകുളം എത്തിയതോടെ ഇവർ സീറ്റിൽ കുഴഞ്ഞ നിലയിലായി എന്ന് ജീവനക്കാർ പറഞ്ഞു. ഇതോടെ ബസ് സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ പോലും ഇറക്കാതെ വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് ബസ് വേഗത്തിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് മഞ്ജുള ദേവിയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഇവരുടെ ഭർത്താവും മകനും ഒപ്പമുണ്ടായിരുന്നതായി ബസ് ജീവനക്കാർ പറഞ്ഞു. CCN ഒറ്റപ്പാലം. സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ട് ആവും. വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിക്കും. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.15 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ വില്ലേജ് ഓഫീസിന് എതിർവശത്ത് സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിക്ക് സമീപം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 10 സെന്റ് സ്ഥലത്താണ് പുതിയ വില്ലേജ് കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. വീടിന്റെ ഗുണത്തിലാകാൻ പല സാങ്കേതിക കാര്യങ്ങളാൽ സാധ്യതകളാണ്. നിലവിലായിട്ടുള്ള റിസോർട്ടുകൾ ലാൻഡ് പേരുകൾ വിതരണം ചെയ്യാൻ സമഗ്രമായിട്ടുള്ള വിശ്വാസം നടത്തി തിരഞ്ഞെടുക്കുക. എല്ലാ മേഖലകളിലും ഓരോ മേഖലകൾക്കുള്ള മുഴുവൻ തരത്തിലും അവരുടെ മേഖലകളിൽ പട്ടയ വിദ്യാഭ്യാസങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ വിവരങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലേക്ക് മാറ്റി നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ദൈനംദിന ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർമാരും ജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധവും നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് സൗകര്യപ്രദമായി ഒന്ന് ഇരിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പൊതുജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ജില്ലാ കളക്ടർ VR വിനോദ് സ്വാഗതവും സബ് കളക്ടർ അപൂർവ ത്രിപാഠി നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ADM മെഹ്റലി, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നാലകത്ത് ബഷീർ, A ആനന്ദൻ, രാജൻ, കുറ്റീരി മാനുപ്പ, തഹസിൽദാർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രവാസി ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി നാട്ടുകലിലെ SMC അഗതി മന്ദിരത്തിലെ മുഴുവൻ അന്തേവാസികൾക്കും വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിടവാങ്ങിയ ദിനമാണ് ഈ ഒരു ഓഗസ്റ്റ് 1 എന്ന് പറയുന്നത്. പ്രവാസി ലീഗ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുന്നതിന് വേണ്ടി കടൽ കടന്ന് വിദേശത്ത് പോയി ജീവിതത്തിന്റെ നല്ല കാലം വസന്തകാലം അവിടെ ജീവിച്ച് ജീവിതത്തിന്റെ സായംസന്ധിയിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് കേരള പ്രവാസി ലീഗ്. ഈ സംഘടനയ്ക്ക് രൂപവും ഭാവവും നൽകിയത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറിയും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബഷീർ തെക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി KP കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CP അലവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഹംസപ്പ, PT സയ്യിദ് മുഹമ്മദ്, K സൈദാലിക്കുട്ടി, PK അബ്ദുൽ കരീം, TP മുഹമ്മദ് കുട്ടി, കരിമ്പനക്കൽ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. CCN ചെത്തല്ലൂർ. കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡിലെ മുല്ലക്കൽ അമ്പലപ്പടിയിലുള്ള ട്രാൻസ്ഫോർമർ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകടക്കെണിയെന്ന് നാട്ടുകാർ. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നതോടെ ട്രാൻസ്ഫോർമറും റോഡും തമ്മിലുള്ള അകലം കുറഞ്ഞതാണ് പ്രധാന പ്രശ്നം. 30 വർഷം മുൻപാണ് ഈ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചത്. അതിനുശേഷം പല തവണയായി റോഡ് നവീകരിച്ചപ്പോൾ ട്രാൻസ്ഫോർമർ റോഡിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയായി. ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ ട്രാൻസ്ഫോർമറിന് വളരെ അടുത്തുകൂടി പോകേണ്ടി വരുന്നു. വലിയ വാഹനങ്ങളായ ബസ്സുകൾ വരുമ്പോൾ യാത്രക്കാർക്ക് ട്രാൻസ്ഫോർമറുമായി വളരെ കുറഞ്ഞ അകലം മാത്രമേയുള്ളൂ. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന്
പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഫ്യൂസ് കാരിയറിന് ചുറ്റും സുരക്ഷാ വലയങ്ങൾ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. കുണ്ടൂർകുന്ന് സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഈ ട്രാൻസ്ഫോമറിനടിയിലൂടെയാണ് നടന്നു പോകുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു വാഹനം വന്നാൽ ട്രാൻസ്ഫോർമറിൽ തട്ടുമോ എന്ന ഭീതിയിലാണ് കുട്ടികൾ. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തി സ്ഥലം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകനായ മുരളീകൃഷ്ണൻ പറഞ്ഞു. ഇത് ഒരുപാട് കാലമായിട്ടുള്ള ഒരു പൊതുപ്രശ്നമാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡ് ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്. ഈ ബെൻഡ് വരുമ്പോൾ പോസ്റ്റ് റോട്ടിൽ നിന്ന് വിട്ടിട്ടാ, പക്ഷേ ക്യാബിൻ ട്രാൻസ്ഫോർമറിൻ്റെ ക്യാബിൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുമായിട്ട് ഒരു ചാണ അകലം വരില്ല. ബസ് ഇവിടെ ചെരിയുമ്പോൾ വല്ല സ്റ്റീൽ സ്കെയിൽ കൊണ്ടോ എന്തെങ്കിലും ഇതുകൊണ്ട് ആരെങ്കിലും അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടമാണ് വരിക. ഈ റോഡിൻ്റെ ബെൻഡ് കാണണം. അപ്പോൾ മാത്രമല്ല ഇതിപ്പോൾ ഒരു 30-40 സെൻറ്റിമീറ്റർ ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ലോഡ് വന്നുകൊണ്ട് പോകും. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് സൗകര്യമുണ്ട്, സ്ഥലം വിട്ട് ഇത് മാറ്റി സ്ഥാപിക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്വര നടപടി ഇതിലുണ്ടാണെന്നാണ് ബഹുജനങ്ങളുടെ എല്ലാവരുടെയും, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും പൊതു ആവശ്യമാണ്. വിഷയത്തിന്റെ ഗൗരവം കുമരമ്പത്തൂർ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പകൽ പരിപാലന കേന്ദ്രവും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി കർക്കിടക ഔഷധ കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മുടെ പകൽ വീട്ടിൽ നമ്മുടെ എല്ലാവർക്കും ഒരു 100 പേർക്കുള്ള ഔഷധ കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പഞ്ചായത്തിലൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കിയെങ്കിലും അതിന് നമ്മുടെ ആയുർവേദ എല്ലാവരും മെഡിക്കൽ ഓഫീസർ അടക്കം അത് നേരത്തെ വന്നുകൊണ്ട് അവരാണ് അത് തയ്യാറാക്കുന്നത്. അത്രയും ആത്മാർത്ഥതയോടെ അവരുടെ സ്നേഹം മൊത്തം ആ കഞ്ഞി കലത്തിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് നമുക്കത് തയ്യാറാക്കി വരുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ, വാർഡ് മെമ്പർ രാജശ്രീ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യകരമായ ചിട്ടകളെക്കുറിച്ചും ഔഷധകഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീജ S. ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മഴ തിമിർത്ത് പെയ്യുന്നു. ഇന്ന് മഴയില്ല, എങ്കിലും കർക്കിടകം പൊതുവെ തിമിർത്ത് മഴ പെയ്യുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റാണ് വരിക? പ്രകൃതിയിൽ മാറ്റങ്ങൾ ഒരുപാടുണ്ട് അല്ലെ? വേനൽക്കാലത്തെ പോലെയാണോ മഴക്കാലം നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതേപോലെയുള്ള മാറ്റങ്ങൾ പ്രകൃതിയും നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഇതിലും ഓരോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദഹന വ്യവസ്ഥ തൊട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ട എല്ലാ സിസ്റ്റങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവും. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ബലം എന്ന് പറയുന്നത് എന്താണ്? കൂടാതെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ R. സജ്ജിത ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യോഗ പരിശീലനവും നൽകി. CCN കടമ്പഴിപ്പുറം. നിലമ്പൂർ മാനവേദൻ GVHSS സ്കൂളിന്റെ ഫുട്ബോൾ ടീമിന് കരുത്തായി നിലകൊള്ളുന്നത് നിലമ്പൂർ യുണൈറ്റഡ് ഫുട്ബോൾ അക്കാദമിയിലെ താരങ്ങൾ. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മിന്നും പ്രകടനമാണ് ഇവർ നടത്തിയത്. കഴിഞ്ഞ 6 വർഷമായി അക്കാദമിയിലെ പ്രതിഭകളാണ് സ്കൂളിനു വേണ്ടി ബൂട്ടണിയുന്നത്. ഈ കൂട്ടത്തിൽ കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ 7 പേരുമുണ്ടെന്നത് സ്കൂളിനും അക്കാദമിക്കും ഒരുപോലെ അഭിമാനിക്കാൻ വക നൽകുന്നു. കേരള ടീമിൽ ഇടം നേടിയ താരങ്ങൾ ഇവരാണ്. അലീന അഷറഫ് 4 തവണ കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മിൻഹ ഫാത്തിമ, TK അനിമ, മാളവിക വിജയൻ, തീർത്ത എന്നിവർ 3 തവണ വീതം സംസ്ഥാന ടീമിന്റെ ഭാഗമായി. അനീഷയും അങ്കിതയും ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ കേരളത്തിനായി കളിച്ച് മികവ് തെളിയിച്ചിട്ടുണ്ട്. ഈ താരങ്ങളെ പരിശീലിപ്പിക്കുന്നത് കമാലുദ്ദീൻ മൊയ്ക്കലാണ്. CCN കടമ്പഴിപ്പുറം. മഴയും വെയിലും വകവയ്ക്കാതെ 64ാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ടൂർണമെന്റ്. അണ്ടർ-17 ഗേൾസ് ഫൈനലിൽ LBSM HSS അവിട്ടത്തൂരും SNVHSS ആളൂരും ഏറ്റുമുട്ടും.
4 ദിവസങ്ങളായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ടൂർണമെന്റിന്റെ 3-ാം ദിവസമായ ബുധനാഴ്ച പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി മത്സരങ്ങൾ പൂർത്തിയായി. 1-ാം സെമി ഫൈനലിൽ കണ്ണൂരിലെ GVHSS സ്പോർട്സ് സ്കൂളിനെ ടൈ ബ്രേക്കറിൽ 4-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിട്ടത്തൂർ ഫൈനലിൽ പ്രവേശിച്ചത്. 2-ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ എറണാകുളത്തെ 2-നെതിരെ 3 ഗോളുകൾക്ക് തകർത്ത് SNVHSS ആളൂർ ഫൈനലിൽ ഇടം നേടി. കൂടാതെ ലൂസേഴ്സ് ഫൈനലിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂളും എറണാകുളം സ്പോർട്സ് സ്കൂൾ ഡിവിഷനും തമ്മിൽ ഏറ്റുമുട്ടും. കൂടാതെ ലൂസേഴ്സ് ഫൈനലിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂളും എറണാകുളം സ്പോർട്സ് സ്കൂൾ ഡിവിഷനും തമ്മിൽ ഏറ്റുമുട്ടും. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് ആനമൂളിയിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 1:15 പ്രദേശവാസിയായ നിസാമിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത്. വീട്ടിലെ CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. വനാതിർത്തിയോട് ചേർന്നുള്ള വീടാണിത്. വീട്ടുമുറ്റം വരെ എത്തിയ പുലിയെ കണ്ട് നായ്ക്കൾ നിർത്താതെ കുരയ്ക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് വീട്ടുടമ വാതിലിനു സമീപം എത്തിയതോടെ പുലി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഓടിമറയുകയായിരുന്നു. വീട്ടുകാർ വനപാലകരെ വിവരം അറിയിക്കുകയും ഉദ്യോഗസ്ഥരെത്തി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. സമീപത്ത് തിരച്ചിലും നടത്തി. തുടർ ദിവസങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനപാലകർ അറിയിച്ചു. CCN മണ്ണാർക്കാട്. ശക്തമായ മഴയിൽ വാണിയംകുളം പനയൂരിൽ വൻ മലവെള്ളപ്പാച്ചിൽ. ഉരുൾപൊട്ടിയോ എന്ന സംശയം പങ്കുവച്ച് പ്രദേശവാസികൾ. രാവിലെ 10:30 പെയ്ത കനത്ത മഴയിലാണ് പനയൂർ ഇളംകുളം പ്രദേശത്ത് വെള്ളം കുത്തിയൊഴുകി വന്നത്. സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നാണ് വലിയ തോതിൽ വെള്ളം ഒഴുകി വന്നതെന്ന് പ്രദേശത്തെ വീട്ടുകാർ പറഞ്ഞു. ഇളംകുളം ചോലപ്പള്ളിയാലിൽ ഹരീന്ദ്രൻ, കൃഷ്ണൻകുട്ടി എന്നിവരുടെ വീടിന്റെ മുറ്റത്തെ വശങ്ങൾ ഇടിഞ്ഞു വീണു. 6 വീടുകളാണ് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 2 വീട്ടുകാർക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. വലിയ എസ്റ്റേറ്റിനു താഴെയായുള്ള മറ്റു ഭാഗങ്ങളിൽ കൂടിയും വെള്ളം ഒഴുകി വന്നതായി പ്രദേശത്തുള്ളവർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൽ മജീദ്, റവന്യൂ, ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീണ്ടും ശക്തമായ മഴയുടെ ആശങ്ക കാരണം വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം 3 വീട്ടുകാർ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. CCN ഒറ്റപ്പാലം. വള്ളൂനാടൻ പാടങ്ങളിൽ തീറ്റ തേടി താറാവിൻ കൂട്ടങ്ങളെത്തി. എന്നാൽ പാടശേഖരങ്ങളിലൊന്നും 1-ാം വിള കൃഷി ഇറക്കാത്തതിനാൽ തീറ്റയില്ലാത്ത അവസ്ഥയാണ്. ഇതോടെ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിയ താറാവ് കർഷകർ പ്രതിസന്ധിയിലായി. ആന്ധ്ര, തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള താറാവ് കർഷകരാണ് മനിശ്ശേരി, പനമണ്ണ, ചോറോട്ടൂർ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഓരോ കൂട്ടങ്ങളിലും 1000 മുതൽ 4000 വരെ താറാവുകളാണുള്ളത്. ദിനംപ്രതി 100 മുതൽ 200 കിലോ അരിയോ നെല്ലോ ഭക്ഷണത്തിനായി നൽകേണ്ട അവസ്ഥയാണെന്ന് തമിഴ്നാട് സ്വദേശിയായ P സതീഷ് കുമാർ പറഞ്ഞു. ഇപ്പോൾ ദിവസവും പുതിയ പാടങ്ങൾ തേടി നടക്കേണ്ട സ്ഥിതിയാണ്. സാധാരണയായി ഒരു പാടശേഖരത്തിൽ 3 ആഴ്ച വരെ താറാവ് സംഘങ്ങൾ തമ്പടിച്ചിരുന്നു. എന്നാൽ തീറ്റയില്ലാത്ത സ്ഥിതിയായതോടെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ മറ്റു സ്ഥലങ്ങൾ തേടുന്ന സ്ഥിതിയാണ്. ഇവയെ ലോറിയിൽ കൊണ്ടുപോകുന്നതിന് ഇരട്ടി ചിലവുമാണ്. തീറ്റയുണ്ടെങ്കിൽ 1000 താറാവുകൾക്ക് 700 മുതൽ 800 മുട്ട വരെ ലഭിക്കും. തീറ്റ കുറഞ്ഞതോടെ 100 മുതൽ 300 വരെ മാത്രമാണ് ലഭിക്കുന്നതെന്ന് ആന്ധ്ര സ്വദേശി രവീന്ദ്രൻ പറഞ്ഞു.
ഒന്നാം വിള കൊയ്ത്തു കഴിഞ്ഞതിനു ശേഷം രണ്ടാം വിളയ്ക്ക് തയ്യാറാകുന്ന വള്ളുവനാടൻ പാടങ്ങളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു താറാവ് കൂട്ടങ്ങൾ. പണ്ട് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളും ഉഴുതുമറിക്കാൻ തയ്യാറാകുന്ന പാടങ്ങളിലുമാണ് താറാവിൻ കൂട്ടങ്ങൾ എത്തിയിരുന്നത്. ഇങ്ങനെ എത്തുന്ന താറാവുകൾക്ക് പാടത്തെ കളകൾ, ഞണ്ടുകൾ, ഒച്ചുകൾ, പുഴുക്കൾ, കീടങ്ങൾ എന്നിവയെല്ലാം തീറ്റയായി ലഭിക്കാറുണ്ട്. താറാവുകൾ പാടങ്ങളിൽ എത്തുന്നത് കർഷകർക്കും ഗുണകരമാണ്. ഇവ ഞണ്ടുകളെയും പുഴുക്കളെയും തിന്നു നശിപ്പിക്കുന്നതിനാൽ ഞാറിനെ നശിപ്പിക്കുന്നതിൽ നിന്നും വരമ്പുകളിൽ പോടുകൾ ഉണ്ടാകുന്നതിൽ നിന്നും സംരക്ഷണം ലഭിക്കും. കൂടാതെ താറാവുകളുടെ കാഷ്ടം പാടങ്ങൾക്ക് മികച്ച വളമായി മാറുകയും ചെയ്യും. CCN ഒറ്റപ്പാലം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 28 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു. വെട്ടത്തൂർ, തേലക്കാട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യവും ഇത് കടത്താനായി ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തത്. പെരിന്തൽമണ്ണ താലൂക്കിൽ തേലക്കാട് സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ഇയാൾക്ക് മുൻപും അബ്കാരി കേസുകൾ നിലവിലുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു. പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പനയിൽ പ്രധാനിയായ അനിൽകുമാർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കർശന പരിശോധനകൾ തുടരുമെന്ന് പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. യൂനുസ് അറിയിച്ചു. അനധികൃത മദ്യമയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ റിമാൻഡ് ചെയ്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടി വീണു. വാടാനാംകുറിശ്ശിയിൽ ഗതാഗത തടസ്സമുണ്ടായതിനാൽ കണയം റോഡ് വഴി പോവുകയായിരുന്ന ആംബുലൻസിന്റെ മുകളിലേക്കാണ് പോസ്റ്റ് വീണത്. മണ്ണാർക്കാട് ആനമോളിയിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 1:15 പ്രദേശവാസിയായ നിസാമിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത്. വീട്ടിലെ CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ട് ആവും. വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിക്കും. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മഴയും വെയിലും വകവയ്ക്കാതെ 64ാമത് സുബ്രതോ മുഖർജി സംസ്ഥാന ടൂർണമെന്റ്. അണ്ടർ-17 ഗേൾസ് ഫൈനലിൽ LBSM HSS അവിട്ടത്തൂരും SNVHSS ആളൂരും ഏറ്റുമുട്ടും. അലനല്ലൂർ വെള്ളിയാർപുഴയിലെ കണ്ണൻകുണ്ട് കോസ്വേയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൻകുണ്ട് പമ്പ് ഹൗസിന് സമീപം താമസിക്കുന്ന ഏലംകുളവൻ യൂസഫിന്റെ മകൻ 26-കാരൻ സാബിത്തിന്റെ മൃതദേഹമാണ് ബുധനാഴ്ച രാവിലെ കണ്ടെത്തിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 28 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു. വെട്ടത്തൂർ, തേലക്കാട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യവും ഇത് കടത്താനായി ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.